എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഫൈനലി നമ്മളുള്ളത് ഇപ്പോൾ തെങ്കാശിയിലാണ്. എന്തിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കാഴ്ച അറിയാമോ? ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിലെ ബാൽക്കണിയിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് നോക്കത്ത ഒരു കാഴ്ചയുണ്ട്. നോക്കൂ, നല്ല കിടിലൻ ലുക്ക് സ്ഥലം. പക്ഷേ ഫൈനലി സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യക്കേടാണോ അതോ നമ്മൾ വന്ന സമയം കൊള്ളാത്താണോ എന്ന് അറിയത്തില്ല. ഫുള്ള് ഫോഗി കാലാവസ്ഥയാണ്. അത് ഞാൻ വിളിച്ചു പറഞ്ഞ ഇന്ന് നമ്മൾ പോകുന്ന ഒരു വെള്ളച്ചാട്ടം തെങ്കാശിയിൽ 2-3 സ്ഥലങ്ങളിൽ പോകും. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് നാളെ രാവിലെ ഇവിടെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്ന നാട്ടിലോട്ട് യാത്ര. അതായത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന റൂട്ട് അടിപൊളി റൂട്ടാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര സൗന്ദര്യം നിറഞ്ഞ സ്ഥലമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നാട്ടുകോഴി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നാട്ടുകോഴി പൊറോട്ട, അതെ ഇതെല്ലാം കഴിച്ചിട്ട് വയറിന് നല്ല സംതൃപ്തിയുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോകാൻ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. കറണ്ട് പോയായിരുന്നടാ കഴിച്ച്. ഇത് കണ്ടോ, ഇതേപോലത്തെ ഇതിന്റെ സൂപ്പർ സ്ഥലങ്ങൾ നമുക്കിനി പോകുന്ന വഴിക്കാണ് കേട്ടോ. പക്ഷെ എന്നാലും ഫോഗിങ് ഉണ്ട് കേട്ടോ. ഇല്ലേ ഉണ്ടോ അല്ലേ ഗൈസ്? നോക്കൂ, ഫൈനലി നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് നമ്മളങ്ങനെ ചെക്കൗട്ട് അടിച്ച് നമ്മൾ നേരെ പോവാണ്. ഇവിടുന്ന് എന്തൊക്കെ കാണേണ്ടതെന്നുള്ള സംഭവങ്ങൾ ഇവിടുത്തെ പുള്ളിക്കാരനോട് തന്നെ ഞങ്ങൾ ചോദിച്ചു. വണ്ടിയുടെ താക്കോൽ എൻ്റെ തന്നെയാണ്. ഫൈനലി നമ്മുടെ വണ്ടി ഈ കാണുന്ന ഈ ഒരു വശത്താണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച വെരി ഗുഡ് ഹോട്ടൽ. ഇച്ചിരി പഴയതാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. നമ്മൾ ആദ്യം എങ്ങോട്ടേക്ക് വിറ്റിട്ടാ പോകുന്നത്? എല്ലാം നിങ്ങളുടെ ഫോണിലാണ്. കുറ്റാലം വാട്ടർഫോൾസ് അല്ലേ? കുറ്റാരം വാട്ടർഫോൾസിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം പോകുന്നത്. ഫൈനലി നമ്മൾ വണ്ടിക്കുള്ളിൽ കയറി വെക്കണ്ടേ? യെസ്, ആദ്യം എന്തെങ്കിലും കഴിക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടോ എന്താ എടുക്കാനൊരു ബുദ്ധിമുട്ട്. എന്താ ഗൈസ് നോക്കൂ, ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടിട്ട് വണ്ടി ഇന്ത്യയിലൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്നതല്ല, ഒന്ന് പുറത്തുനിന്ന് ചെയ്ത് നിനക്ക് മതിയായതല്ലേ അല്ലേ? നശിപ്പിച്ച് തരും. അപ്പം നമുക്ക് നേരെ പോവാം. നമുക്ക് ലൊക്കേഷൻ സാധനങ്ങളൊക്കെ ഇടണം. ഈ കാർപ്ലേ ഇതിനെ പിന്നെ വയേർഡ് കാർപ്ലേ ഇല്ല കേട്ടോ. ഈ സാധനം കുത്തിയിട്ടാണ് കാർപ്ലേ ഒപ്പിക്കുന്നത്. അപ്പം എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള ഒരു ലാഗുണ്ട്. ഈ സാധനം കുത്തിയിട്ടാണ് ഈ സാധനത്തോട് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ ആപ്പിളിന്റെ സാധനമാണ് ചെയ്താക്കുന്നത്. അത് കാരണം നല്ല സ്പീഡാണ് അല്ലേ ഗൈസ്? Only very 4 kilometers, man. Only 4 kilometers. Good waterfalls. ആര് പറഞ്ഞു? My condition. My opinion. ഗൈസ് നോക്കൂ, രാവിലെ തന്നെ സ്പ്രേ അടിച്ചാൽ കേട്ടോ. ഒന്നും നോക്കല്ല, റീബോക്കിന്റെ സ്പ്രേ. അപ്പോളയുടെ ഈ ഫാർമസി ചെന്ന് കഴിഞ്ഞാൽ നിസാര കാശിന് കിട്ടും. നമ്മൾ വേഗം ചെന്നോ കേട്ടോ. അവിടെ ചെന്നിട്ട് പൈസ കുറഞ്ഞു കിട്ടില്ല, എന്നെ തെറി വിളിച്ചിരുന്ന കാര്യമില്ല. നമ്മൾ രാവിലെ എല്ലാവരും കുളിച്ചതല്ലേ, എന്തിനാ പിന്നെ അടിക്കുന്നേ? എന്നാലും ഒരു സ്പ്രേ അടിച്ചാലേ കിട്ടുള്ളൂ. ആ വണ്ടി അടിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് അടിച്ചാൽ കത്തി നിന്നാനെ. എന്തായാലും വേണ്ട, പോവാം നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അതായത് റിസോർട്ടാണ്. ഈ റിസോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പൈസ കുറവ്, നേരിട്ട് വന്ന പൈസ കൂടുതൽ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ. ഇവർ പറഞ്ഞ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേരായി ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയെന്നറിയാവോ? ആണോ? ആളില്ലാന്ന് പറഞ്ഞു. അപ്പൊ നീ അവനോട് പറയണ്ടേ നിന്റെ കുണം കാരണമാന്ന്. നമ്മൾ പോകുന്ന വഴി വളരെ അതിമനോഹരമാണ്. രാവിലെ ഒരു മൂടലുണ്ട് ഇവന്. ഇന്നത്തെ കാലാവസ്ഥ വളരെ എന്താ പറയാ, ഡിസ്പോസിഷൻ കയ്യിൽ പോയി. അതെ ഗൈസ് നോക്ക്, നമ്മൾ തമിഴ്നാട്. അതേട്ടാ, അതിന്റെ നിറച്ചും പോത്തുകളാട്ടോ അതിന്റെ അകത്ത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചല്ലേ? കുത്തിയിരിക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര ക്യാൻവാസിങ്ങാ. ഓ, ഇത്ര സെറ്റപ്പോ, കൊള്ളാമല്ലോ പരിപാടി. അതായത് ഞങ്ങൾ ഈ വഴിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ ഓംലേറ്റ്, ദോശ, വട, ഉഴുന്നുവട, മുട്ടദോശ, സംഭവം എല്ലാം ശരിയായി. അപ്പാപ്പനെ നോട്ടം കണ്ടു ഒളിഞ്ഞു നോക്കാം. ഞാൻ വീഡിയോ എടുക്കാം വന്നിട്ടേ ഗൈസ്. അതായത് നമ്മൾ മസാല ദോശയും പിന്നെ അതുപോലെ കൽക്കിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാം. പുള്ളിയുടെ ഒരു സന്തോഷം കണ്ടോ. പേരെന്നാ ഉങ്ങളുടെ പേരെന്നാ? ശബരിമലയ്ക്ക് പോകുതാ? മുരുകൻ കോയിൽ. இந்த ഗ്രീൻ മുരുകൻ കോയിലാ? നമ്മൾ കേരളയിലെ ശബരിമല വെക്കാണ് ബ്ലാക്ക്. ഗൈസ് നോക്കി, ഇവിടെ മുരുകൻ കോയിലിൽ പോകുന്നത് പച്ച. ഇന്നലെ കണ്ടില്ല നമ്മൾ വരുന്ന വഴിക്ക് കുറേ പേര് ഇങ്ങ് വരുമാ. പളനി ഗൈസ്. അതെ, മുരുകൻ ഇവിടെ ഉണ്ട്. പിന്നെ മലേഷ്യയിലെ ഞാൻ ലിവിനോടെ പോയതാ. ആയി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള എങ്ങനെ മസാല ദോശനെ ഇല്ലാതാക്കാം, നശിപ്പിക്കാം എന്നുള്ള ശസ്ത്രക്രിയ നടക്കുന്ന ഒരു സ്ഥലമാണിത് അല്ലേ? അതിൻ്റെ സംഭവം എന്ന് അറിയാമോ? ബാജിയുടെ ഇതില്ലേ മസാല, അതാണ് അതിൻ്റെ അകത്ത് ഒഴിച്ചാക്കുന്നത്. അതാണ് പണി പറയുന്നത്. കഴിക്കുക തന്നെ. വാഹനം ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ എന്ത് കാണാനാ പോകുന്നതെന്നറിയാമോ?
വാട്ടർഫോൾസ് കൊട്ടാളം വെള്ളച്ചാട്ടം. നാട്ടുകാർ വിചാരിക്കും നമുക്ക് ഞങ്ങളെ അല്ല ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരു പുള്ളി ചോദിക്കുക ഞങ്ങളെ 3 പേരെ കണ്ടപ്പോൾ മസാജ് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന്, പ്രൈവറ്റ് റൂം ഇറുക്കെ എല്ലാമേ നമ്മള് പുള്ളിയോട് പറഞ്ഞു നമുക്ക് ഇറുക്കണ്ട, ഉള്ള ഇറുക്കല് മതി എന്ന് പറഞ്ഞു. എടാ, അല്ലേ ഇതന്നെ എല്ലാവരും നമ്മളെ കണ്ട അത്രയ്ക്ക് വശവശക്കുള്ളൂ. ചേട്ടനെ കണ്ടിട്ടൊന്നും നമ്മളല്ല ചേട്ടനെ കണ്ടേ. ഇവിടെയൊക്കെ പോകുന്നവർക്ക് ഇഷ്ടംപോലെ കട, വടി, കൊടയൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് ഈ കുറ്റാരം വാട്ടർഫോൾസ് കേട്ടോ. ഇത് നമുക്ക് 5-6 സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിലൊരു ഒരു സ്ഥലമാണ് ഈ സ്ഥലം, അല്ലേ മക്കളെ? ഇവിടെ നമുക്ക് കാണാനുള്ള നല്ല മലയുടെ മേഘത്തുനിന്ന് നല്ല വെള്ളച്ചാട്ടം. ഗൈസ് വലിയ ആളൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ആളുകളുണ്ട്. ഈ കാണുന്ന ഇവന്മാരെ ശ്രദ്ധിക്കണം കേട്ടോ, ഫോണൊക്കെ തട്ടിപ്പറിച്ചോണ്ട് ഓടും. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ കുറ്റാരം വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ്. കുറ്റാരം വാട്ടർഫോൾസിലോട്ട് നമ്മൾ മഴക്കാലത്ത് വന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. മഴയത്തെ കാര്യമുള്ളൂ കേട്ടോ ചേട്ടാ. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ വാട്ടർഫോൾസും മഴ ഉള്ളപ്പോൾ വന്നിട്ടേ കാര്യമുള്ളൂ അല്ലേ, അല്ലാത്ത വർഷം വലിയ കാര്യമില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് വീഴുള്ളൂ. അവിടെ നിങ്ങൾ അങ്ങ് മേലേക്ക് നോക്കി സൂത്രം കാണാം കേട്ടോ. കൊരങ്ങന്മാർ ഈ കാണുന്ന പാറയെ കൂടെ പിടിച്ച് മേലോട്ട് കയറാനുള്ള സർക്കസുകൾ നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് എന്തോ ഇവർക്ക് തിന്നുന്ന എന്തോ സാധനം ഉണ്ട്. അങ്ങ് കയറി പോകുന്ന നോക്കിയേ ഗൈസ്, അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, വലിയ തിരക്കില്ലെങ്കിൽ. മേലില് ഗൈസ് ഇത് മഴയത്ത് ഭയങ്കര ശക്തമാണെന്ന് തോന്നി കാണുന്ന വാട്ടർഫോൾസ്. ഈ തെങ്കാശിയിൽ കുറേ വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിലെ എല്ലാ ഫോൾസിനും പ്രത്യേകത ഇവിടെ ഇന്ന് കുളിക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ഡെത്തും ആഴമല്ലേ, ഇവിടെ അങ്ങനെ സംഭവം. ഇവർക്ക് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു എടുത്തുചാട്ടം ഉണ്ട്. അതുകൊണ്ട് എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകും. അതായത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഗാർഡുണ്ട് കേട്ടോ, ഇത് കണ്ടോ, ഇവിടെ പോലീസ് ഗാർഡുണ്ട്. എപ്പോഴും നിരീക്ഷണത്തിനും നോക്കാനൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ മൊത്തം ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളു ഭയങ്കര. ഇത് പുരുഷൻ, അത് സ്ത്രീ. രണ്ട് പേർക്ക് 2 സൈഡിൽ നിന്ന് കുളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ പ്രത്യേകത ചെറിയ കൊത്തുപണികൾ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തോ ചെറിയ കൊത്തുപണികളുണ്ട്. ഇവിടെ അമ്പലത്തിന് എന്തൊരു ഐതിഹ്യമാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതെ, അമ്പലത്തിന്റെ എന്തോ സംഭവങ്ങളാട്ടോ. അവിടെ അമ്പലമുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളെ ഒരു വലിയ ആവേശകരമായ ഒരു വെള്ളച്ചാട്ടമാണെന്ന് വെച്ചല്ല, ഒരു ചെറിയ ആവേശകരമായ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കൊച്ചിനൊരു ഊത്ത് പിന്നെ ലിവിനെ ഇവിടെ ഒരു കാറും പിന്നെ ഒരു ജീവാഗണം മേടിച്ചു കൊച്ചിന്, അവന് കൊടുക്കാൻ വേണ്ടി കേട്ടോ. വേറെ ഒന്നും മേടിച്ചില്ല. പോവാടാ ലിവിനെ. 740 രൂപ കൊടുക്കുക. ഫൈനലി നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി കൊച്ചിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇവിടെ മഴക്കാലത്ത് വന്നിട്ട് കാര്യമല്ലേ, എന്നാലും ഒരു സെറ്റപ്പ്. വേനൽക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ മഴച്ചാട്ടങ്ങൾ കാണാൻ പറ്റൂല. ബാക്കിയുള്ള സ്ഥലം ട്രിപ്പിൽ എല്ലാം കമ്പിത്തിരി പൂത്തിരി അല്ലേ ദീപു ചേട്ടാ? ഈ ട്രിപ്പിൽ പോയ സ്ഥലങ്ങളെല്ലാം കമ്പിത്തിരി പൂത്തിരി. എന്നാലേ കാര്യമുള്ള നല്ല കാര്യം. ഇത് ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് എൻട്രി ചെയ്ത് ഇങ്ങോട്ട് കയറണേ 90 രൂപ കൊടുക്കണം, മനസ്സിലായോ? ഇത് എൻട്രി ചെയ്യാതെ വരണമെങ്കിൽ ഇതിൽ ഞാൻ തോന്നുന്നു പോകണ്ടേ. തന്നെ വഴി അപ്പുറത്തൂടെയാ. എന്റെ ടയർ ഇപ്പം പോവാൻ ഭാഗ്യം. നമ്മളങ്ങനെ ഗുണ്ടൂർ ഡാമിലേക്ക് പോവാൻ ഇവിടുന്ന് 13 കിലോമീറ്റർ ഈ കാണുന്ന വഴി ഗുണ്ടാരു ഡാം. ആ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, ഈ കാണുന്ന നമ്മളിപ്പം കയറിയ ചിറ്റൂർ വാട്ടർഫോൾസ് ഇല്ലേ, അവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഒരു 2 ദിവസം സമാധാനപരമായിട്ട് കാണും. സ്റ്റേ ചെയ്തിട്ട് ഓരോ സ്ഥലം എനിക്ക് കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ഉള്ള ആൾക്കാർ കണ്ടമാനം ഇവിടെ വന്ന് കണ്ടിട്ടുള്ള നമ്മുടെ മലബാർ സൈഡിലേക്കുള്ള ആളുകളാണ് ഇവിടെ കുറവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്ത് രസമാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി. ഇവിടെ പ്രധാനമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം ഇവിടുത്തെ സ്ഥലപ്പേര് പഠിക്കാനാണ് പ്രധാന പ്രശ്നം. അയ്യോ, ഭയങ്കര റിസ്ക് നാക്കൊടുക്കുന്ന പേരുകളാണ്. ശരി സാർ. പ്രൈവറ്റ് ബസ് ആണോ ഗവൺമെന്റ് ബസ് ആണോ ചോദിച്ചാൽ ഗവൺമെന്റ് ബസ് അല്ല, പ്രൈവറ്റ് ബസ് ആണ്. എന്ത് രസമല്ലേ കാണാൻ. തെങ്കാശിയുടെ നാട്ടിൻ വീതിയുടെ തൊട്ട് സൈഡിൽ കൂടെയുള്ള ഓരത്തൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. തെങ്കാശി വന്നത് എനിക്കൊരു ഫീലിംഗ്, ഫുള്ള് പച്ചപ്പ് അല്ലേ, പ്രത്യേക ഒരു എന്നാ പറയാ നാച്ചുറൽ ഒതന്റിക് ആയിട്ടുള്ള ഒരു സംഭവം. റോഡ് സൈഡിൽ ചക്കപ്പഴം എന്നാ വില അണ്ണാ? ചക്കപ്പഴം എത്ര? പളം 1 70 രൂപ. എന്താ പളം മട്ടും കിട്ടും, ചുള മാത്രം. എന്താ 1 കിലോ കൊടുങ്ങ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഗൂഗിൾ പേ ഇല്ല. ഇല്ല. നമ്മുടെ എത്ര ചില്ലറ ഉണ്ടായിരുന്നല്ലോ, 150 രൂപ എങ്ങാനും. അത് എത്രയാ? ഇല്ല, 100 രൂപ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചക്കപ്പഴം വിൽക്കുന്ന ആള്. അപ്പൊ ചാമ്പങ്ങ എന്നാ വില? 1 കിലോ 50 രൂപ. ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണുള്ളത്. ഇവിടെ എല്ലാം 50 രൂപ. അപ്പൊ ഇത് 70 രൂപ. ചക്കപ്പഴത്തിന് 70 രൂപ. നമ്മുടെ നാട്ടിൽ നിന്ന് ചക്കപ്പഴം நம்ம நாட்டு கேரளாவில் இருக்கு. എന്നോട് സീസൺ ആയിട്ടില്ല.
കണ്ണൂർ. ആ ചക്കക്കുരു എടുത്തിട്ട് തൂക്കുമെന്ന് ചോദിച്ചേ. എന്താ ചക്കക്കുരു എടുത്തിട്ട് തൂക്കുമാ? ഇവിടുത്തെ ആണോ? എടാ കൂടെയാണോടാ? കൂടെയാ. കൂമ്പി കാശ് പോയി. അയ്യോ വേണ്ട. അല്ല അല്ലല്ല കൂടെ പോലത്തെ ഞാൻ പേടിച്ചു പോയി. കൂടെയാണ് ഉണ്ടല്ലോ കയ്യിലെ കാശ് പോയനെ. ആദ്യത്തെ ചക്ക തിന്നാ കേട്ടോ. വരിക്ക ബെസ്റ്റല്ലേ? തേൻ വരിക്ക 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 കൂടെയാണ് ഉണ്ടല്ലോ കാശ് പോയനെ ഇപ്പം. അണ്ണാ തൂക്കുന്ന എങ്ക അങ്ക ത്രാസ് இருக்கா? എടുത്താച്ച് വാങ്ങ. വരിക്കല്ല കൂടെയല്ല. കുഴില്ല ഇതെന്ത് കൂടച്ചൊക്കെ കേട്ടോ. വണ്ടിയെ പിടിച്ചാക്കല്ലോ കേട്ടോ പിന്നെ അരിക്കാവും. ബട്ടാ കൂടെയല്ല കൂടെയല്ല കഴിക്കേ. നിങ്ങൾ ആരാ? രാജാവിന്റെ മകനോ? നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സന്നിധി ആരൊക്കെ അതാ വിഷയം. പക്ഷെ ഇവിടെ ഇത് വിലക്കുറവാണ്. യൂറോപ്പിലൊക്കെ പോയി എന്താ പൈസ ചെയ്ത് ജാക്ക് ഫ്രൂട്ടിനല്ലേ? പൊന്നെ ഇതെന്നെ സംഭവം അറിയാമോ? വേറൊന്നുമല്ല, ഇതിൻ്റെ അരക്കൊണ്ട പണി പാടും കേട്ടോ. പോകുന്ന വഴിക്കുണ്ടല്ലോ 2 സൈഡും ഫുള്ള് മാമ്പഴം. ഒരു 2 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാമ്പഴം മേടിക്കാൻ പറ്റും സൈഡിൽ നിന്ന്. അല്ലേ അല്ലേ? എന്ത് രസമായിരിക്കും അറിയാം. അത് ഒരു പ്രത്യേക രസമായിരിക്കും. നമ്മൾ ഈ ഗുണ്ടൂര് ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് ട്രഡീഷണൽ ഒതന്റിക് ക്ഷേത്രം അവനെ. അതല്ലേ ഇവനെ 2 സൈഡിൽ ആൽമരം നോക്കിയവനെ രസം ഇങ്ങനെ കടന്നു പോകാൻ. ഇതെന്താന്ന് ഹൈറ്റുള്ള വണ്ടി വന്നു ഞാൻ പെട്ടു. അത് പിന്നെ അങ്ങനെയല്ലേ? എന്ത് രസമാ പൊന്നെ. ഗോൾഡൻ കളറിലെ നെല്ല് വിളഞ്ഞ് ഇങ്ങനെ കിടക്കുക. സ്വർണ്ണ കളറല്ലേ അവനെ? എന്ത് രസോടെ കാണാൻ വേണ്ടി. സ്വർണ്ണ കളറല്ല മഞ്ഞ കളറിലെ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് നമ്മുടെ ഡാമിലേക്കുള്ള വഴി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വന്ന് ഇങ്ങ പിടിച്ചു എല്ലായിടത്തും പിരിവാട്ടോ. പിരിവില്ലാത്ത സ്ഥലമല്ല ഇത്. ഡാം ഇത് തന്നെ அப்படியா? எத்தனை ഇല്ല എത്ര? ഓ എല്ലാത്തിനും മറ്റേ ഇന്തോനേഷ്യ പോലെ 50 രൂപ ഗൂഗിൾ പേ. പൈസ ഇല്ലേ? റേഞ്ച് ഇല്ലേ? 50 രൂപ അടുത്ത് കൊടുക്കാനുണ്ടോ? അതാ മറ്റേ ഇത് മതി. ചക്ക മതിയാന്ന് ചോദിച്ചേ. കൊടുക്കൽ ബന്ധൽ ബന്ധം പഴയ പോലെ. എന്നാ അതൊക്കെ വേറെ ഞാൻ ചക്ക തരട്ടുമാ. എൻ്റെ അകത്ത് പൈസ ഇല്ല. 100 രൂപയുടെ ചക്കപ്പഴം ഇവർക്ക്. ഒരു നിമിഷം ചെക്ക് പണിട്ടെ. സക്സസ് ആയിട്ടോ പുള്ളി പറഞ്ഞ് പോയിട്ട് വരാൻ. നമ്മൾ കുറേ നോക്കി. ഇവിടെ ഗൂഗിൾ പേയും കോപ്പൊന്നുമില്ല. ഗൈസ് നോക്കൂ, ബേസിക്കലി നമ്മൾ അപ്പുറത്തെ വശത്തായിരുന്നു പോകേണ്ടത്. ഇപ്പം വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല പോലും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് നല്ലതെന്നാണ് പറയുന്നത്. ഹായ് അണ്ണേ. അണ്ണൻ കൂളിംഗ് ഗ്ലാസ് വെച്ചല്ലോ കേട്ടോ. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തിമിര ഓപ്പറേഷൻ. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നമ്മൾ വന്ന് സെയിം ക്ലാസ് വെച്ചിട്ട്. ഗൈസ് നോക്ക്, നമുക്ക് നേരെ ഫൈനലി ഈ കാണുന്ന കുടിസു വഴി കൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇന്ന വഴി എന്തിനാ ചേട്ടാ അവരവിടെ ഇരിക്കുന്നത്? ആരെ വിടാതെ? സാധാരണ ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരെ നിർത്തുന്നത്. അവനോട് ഇരിക്കുന്ന ആൾക്കാരെ വിടാതിരിക്കാനാണ് തോന്നുന്നു. ചെല്ലുന്ന പാടെന്ന് പറഞ്ഞാൽ വെള്ളമില്ല, അങ്ങനെ കുളിച്ചിടാ ഇല്ല പോകിടയെന്ന് പറഞ്ഞു. ഗൈസ് നോക്കൂ, ഈ വെള്ളം ഒഴുകുന്ന കണ്ടറിയാം കേട്ടോ. ആർച്ച് ഡാമിൽ വലിയ ഞാൻ വണ്ടി കൂട്ടിയോ ഇല്ല, തിരിച്ചു വരാൻ നേരത്തെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കേണ്ടി വരും. പോയി നോക്കണോ? ഇല്ല ഞാൻ അടച്ചു. കണ്ടില്ലേ സൗണ്ട് കേട്ടില്ലേ മോനെ? കുറച്ച് മുമ്പേ ഭാഗ്യത്തിനാണ് ഒരു അടി മിസ്സായത് കേട്ടോ. അവിടെ 4-5 ചേച്ചിമാർ ഇന്ന് കുളിക്കുന്നുണ്ടായിരുന്നു, നമ്മളത് കണ്ടുമില്ല. ഇത് ഈ ചെറുത് ചാടുന്നതിൻ്റെയാ. നമ്മൾ ആർച്ച് ഡാം കാണണമെങ്കിലേ അങ്ങ് പോകണം ചേട്ടാ. ഇത് കണ്ടോ, ഇതിലങ്ങ് നടക്കണം. പിന്നെ ആർച്ച് ഡാം ആണെങ്കിൽ അങ്ങ് നടക്കണം. ഞാൻ പാത്തിട്ടാ മെയിൻ വഴിയാണ് ഈ കാണുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ആർച്ച് ഡാമിലേക്ക് പോകുന്ന വഴികളൊക്കെ ശ്രദ്ധിച്ച് വേണം നോക്കാൻ. ഇതേപോലെ ഇതിൻ്റെ അകത്തൂടെ പോകുന്നു. സ്റ്റെപ്പുണ്ട് ചേട്ടാ വെളിയിൽ നിന്ന് ഇറങ്ങാൻ. അതവർ പൂട്ടിയാക്കുന്നതാ. അതാട്ടോ സംഭവം. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം ഗൈസ്. ലിവിനെ ഇത് കാണാൻ 50 രൂപ, ഇത് കയറാൻ 100 രൂപ. കയറാൻ 100 രൂപ അത്രേ ഉള്ളൂ കേട്ടോ. അത്ര എന്ത് പറഞ്ഞാലും ഇവരൊരു സിംപിൾസിറ്റി ഉണ്ട്. എല്ലാം സുത്തി പാക്കർക്ക് ഒരു 6 രൂപ അല്ലേ? 500 രൂപ മൊത്തം 2500 ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഒരു പ്രത്യേക രീതിയിലുള്ള ആർച്ച് ഡാമാട്ടോ. ഈ തെങ്കാശിയിൽ ഇങ്ങനത്തെ 2 ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇത് ഭയങ്കരം ഈ മൺസൂൺ സീസണിൽ ഭയങ്കര ഹിറ്റാണ് ഈ കാണുന്ന ആർച്ച് ഡാം കേട്ടോ. ലിവിനെ നമ്മൾ മുമ്പ് കേട്ടോ അതിനാ ഇത് കയറി ഇറങ്ങാൻ പാടില്ല. അപ്പുറത്തൂടെ അവനെ കയറണ്ടേ? അപ്പുറം ഒരു വഴി കണ്ടില്ലേ? ഇതൊന്നും നോക്കാൻ ആളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോടാ. നോക്കാനുണ്ടല്ലോ, 3 പേരുണ്ടല്ലോ.
ചേട്ടാ വെള്ളം തടഞ്ഞു വെക്കുന്ന സാധന ഫുള്ള് ഓട്ട. വെള്ളം മറ്റേ തടയാനുള്ള സാധനം കേട്ടോ. അതെ, ചാടേണ്ടി വരും കേട്ടോ, റിസ്ക് എടുക്കേണ്ടി വരും. പറ്റൂല, അപ്പുറത്തൂടെ കയറണം, അപ്പുറത്തൂടെ പോകണം. അതായത് ഇതല്ല മണോ ചേട്ടാ, എയിലെ വഴി. ആ വഴി കേട്ടോ. അല്ലേ, വഴിയെല്ലാം ചിന്ന വഴിതാ. ഇത് ശ്രദ്ധിക്കണമല്ലോ ഇവനെ, അല്ലേ? അല്ലെ മറ്റേ സാധനം എടുത്തോണ്ട് വരണം, ഇങ്ങനെ പിടിക്കുന്നവന്റെ നമുക്ക് ഈ കാണുന്ന കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറാം കേട്ടോ. ഇത് റിസ്ക് കേട്ടോ. വളരെ നല്ലൊരു കാഴ്ച, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. ഇതിന് ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ ലീക്കാവിനെ ഇതിങ്ങനെ ചുറ്റിനും ഇങ്ങനെ മൊത്തം വെള്ളം ഒഴുകുമായിരുന്നു. നമ്മൾ ഓർത്ത് ഇത് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വെള്ളം തുറന്നു വന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഒഴുകുന്നതായിരുന്നു ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഇതിപ്പം ബ്യൂട്ടി ഇല്ല, ഒന്നുമില്ല, വെള്ളമില്ല. അതിൽ കയറി നടക്കാൻ പറ്റും, അതിൽ കയറി നടക്കാൻ പറ്റും. പണ്ട് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇല്ല, ടവറിന്റെ മേളിരുന്നു കുഞ്ഞിനെ കുത്തി കാണിച്ച് 25,000 രൂപ പറഞ്ഞു. അതുപോലെ ഇവിടെ വന്ന് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ 5,000 രൂപ. ഞങ്ങൾ ഈ പ്രാവശ്യം പോയ എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് ആവത്തോ. അയ്യോ, ആ ഇത് കവിഞ്ഞ് ഒഴുകണം. ഇവിടെ ഷഡ്ഡി കൃഷി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എവിടെ നോക്കിയാലും ചട്ടിയാ. ഇവർക്ക് ഷഡ്ഡി ഇഷ്ടമല്ലെന്നോ, എല്ലാവരും അയച്ചിട്ടുണ്ട്. വെള്ളം പോയതാ ചേട്ടാ. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? എക്കോ. ഹലോ, ഗൈസ്, അതായത് നല്ല മീൻ ഇருக்கு. ഈ കാണുന്ന ഈ ഒരു സംഭവമില്ലേ, ഇത് കവിഞ്ഞ് ഇങ്ങനെ ഒഴുകണം, അതാ സംഭവം. അല്ലേ, സൈഡിലോട്ട് നിൽക്കണ്ട, താഴെ പോവും. ഇതിനകത്ത് മുതലേ വല്ലതും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടം വരെ ഉള്ളൂ കേട്ടോ, അങ്ങോട്ടില്ല. നീന്താൻ അറിയില്ല ഇതിനെ. അവിടെ ഒരു റിസോർട്ട് ഉണ്ടോ? ഈ റിസോർട്ടിൽ വന്ന് താമസിക്കണോ? ഇന്നാണ് ആയിരിക്കും. നേരെ ദിവസമല്ലേ, ആരും ഉണ്ടാവില്ല, ചോദിച്ചാൽ മതി, കിട്ടും. അതായത് നല്ല മൺസൂണിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങോട്ട് പോകണ്ട. നല്ല എടാ പോടാ, ഇഷ്ടം പോലെ സ്ഥലം, നോ ടെൻഷൻ. ഇത് ലീക്കാ കേട്ടോ, ഈ ഡാം ലീക്കാ. അങ്ങോട്ട് പോകണ്ട. ആര് പറഞ്ഞത്? എന്തോരം വേണമെങ്കിലും നടക്കാം. നോക്കടാ, നല്ല രസമാടാ. നീന്തറിയില്ല, ഞാൻ അങ്ങ് ഇല്ല. ഇങ്ങോട്ട് വാ, ഒരു ടെൻഷൻ, ഇഷ്ടംപോലെ വീതിയുണ്ട്. എന്തോ ഒരു കുറ്റം പറഞ്ഞു കേട്ടാ. ഇത് വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല ആഴമുണ്ട്, കെട്ടി വെള്ളമല്ല, നല്ല ചെളി കാണും. മുതലുണ്ട്, നമുക്ക് അറിയാൻ പറ്റും. എന്ത് രസമാന്ന് നോക്കിയേ ഗൈസ്. ഇതേ ഒരു മൂടൽ നിറഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാട്ടോ. പക്ഷെ നല്ല കാലാവസ്ഥയാണ്, നല്ല രസമായിരിക്കും. എബിനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വിഷയങ്ങളൊന്നും അല്ല, വേറെ വിഷയത്തിലോട്ട്. ഇവിടെ BSNL എന്താ ലാഭത്തിലാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്താ, ഒരു റിസോർട്ടിന് മാത്രം ഒരു ടവർ, ആരും ഇല്ലാത്ത സ്ഥലത്ത് ടവർ. എവിടെ 3 റിസോർട്ട് ഏതാ? 1, 2, 3 റിസോർട്ടിന് വേണ്ടി ഒരു ടവർ. ഈ കാഞ്ഞിരക്കൊല്ലിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, ഇച്ചിരി കൂടെ സെറ്റ് പതിനല്ലേ ഏട്ടാ? ഇങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ എന്തെങ്കിലും പരിപാടി, വെള്ളച്ചാട്ടമുണ്ട്. ചാട്ടമല്ല ഏട്ടാ, ഇതുപോലത്തെ റിസർവർ, അതിനുള്ള സൗകര്യമില്ല. അങ്ങനെ എന്തെങ്കിലും കൂടെ വന്നത് സൂപ്പറായിരുന്നു. പക്ഷെ അങ്ങനെ അതിനാ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട്, എന്നാ ചെറിയ ചെക്ക് ഡാമിന്റെ ഒരു സെറ്റപ്പ്. അങ്ങനെ നാളായിട്ട് നോക്കുന്നതാണ്, പക്ഷെ സംഭവം റെഡി ആയിട്ടില്ല. എന്തുകൊണ്ട് റെഡി ആകുന്നില്ല? ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ റെഡിയാകും. പക്ഷെ ഇപ്പൊ എങ്ങനെയാ ദേശം മാറി മാറി നിൽക്കുന്നത്, അതാണ് ഒരു പ്രശ്നം. എല്ലാവരും ഒരുമിച്ച് നോക്കാം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വന്ന വഴി അതാണ്. അതായതുണ്ടല്ലോ, നിങ്ങൾ സമാധാനപരമായി ഒറ്റയ്ക്ക് വലിയ ശല്യമൊന്നുമില്ലാതെ കാണുന്നുണ്ട് ഈ സമയത്ത് വന്നാൽ മതി. ഇതിൻ്റെ സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. രാവിലെ ഒരു 5 മണിക്ക് തൊട്ട് ഇവിടെ ഇരിക്കണം, അതൊരു 12 മണിയാകുമ്പോൾ പോകണം. ആ ഭംഗി വേറെ ഒന്നിനും കിട്ടൂല. അപ്പുറത്ത് ആസ്വദിക്കേണ്ട കാര്യമില്ല, അത്ര സമയം ഇരുന്ന് നോക്കാം. പിന്നെ ചോറ് കഴിക്കാൻ വീണ്ടും വരുവാ, വീണ്ടും എടുത്ത് ഇറങ്ങുക. പിന്നെ ഭയങ്കര പ്രൈവസി, അങ്ങോട്ട് കയറിയ കാട്, ഇങ്ങോട്ട് കയറിയ കാട്. ഇതെന്തായാലും അങ്ങനെ ഒരു തുണി, അങ്ങനെ ഒരു തുണി ഇവിടെ പ്രൈവസി കാട്. അങ്ങനെ ഒരു എന്നാ പറയാ, നല്ല രസത്തോടു കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത സ്ഥലം വെക്കണമെങ്കിൽ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട്, റേഞ്ചുള്ള സ്ഥലത്ത് എത്തിയിട്ട് ലൊക്കേഷൻ എടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടി. പോവാം, താഴോട്ട് പോവാം. താഴോട്ട് നോക്കരുത്, മേലോട്ട് നോക്കി നടക്കുക. എല്ലായിടത്തും ബിയർ കുപ്പിയും അങ്ങനത്തെ പരിപാടിയാണ്. ബിയർ കുടിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അടിച്ച് പൊട്ടിച്ചിടുന്നതാണ് ഏറ്റവും കൂടുതൽ വിഷയം. കമ്പനിയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ, കൗട്ട കമ്പനി. അങ്ങനെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇതേപോലത്തെ ഒരു കാട്ടിൽ കൂടെ നടക്കുവാണ്.
നടന്ന് വണ്ടിയുടെ അടുത്ത് എത്തണം. ആരുമില്ല, ഞങ്ങൾ 3 പേരും മാത്രം. ആലോചിച്ചൊക്കെ ഒരു കാടിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇത്രയും ഒരു ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ അടുത്ത ദിവസം കണ്ടില്ലല്ലേ, ഇത്ര ആൾക്കാരില്ലാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ്. അല്ലേ? കുറ്റാലം നമ്മൾ പോയിട്ട് വന്നേ. ஓ அப்படியா அண்ணா இப்போ வந்து இந்த சன்ஃப்ளவர் இருக்கா, அது எங்கே பார்க்கும்? சன்ஃப்ளவர் எங்கே பார்ക്കാം? சன்ஃப்ளவர் இல்லையா, அது எங்கே? கல்கொரியா. கல்குரி அங்கிட்டு போகணும். எந்த ரூட்டு? எந்த ரோடு? இங்கே இப்போ இந்த டைமில் இருக்காம்மா? அப்படியா? ഓ ഈ സമയത്തില്ലെന്നാ ചേച്ചി പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ സമയത്തില്ല, ശ്രമിച്ചു നോക്കാം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? വാ കയറ്, തീരുമാനം എടുക്ക്. അപ്പോൾ മാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു, ഇന്ന സ്ഥലത്തിൽ കിടക്കില്ലല്ലോ, വണ്ടി കുറച്ച് പോകുന്നു, ആരോടും ചോദിക്കുന്നു. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തായിട്ട് പോവുകയാണ്. സൂര്യകാന്തിപ്പാടം കാണാൻ പോവാണ്. നമ്മൾ തെങ്കാശിയിൽ നിന്ന് ഏതാണ്ട് 17 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഈ പറഞ്ഞ സൂര്യകാന്തിപ്പാടത്തിലേക്ക്. അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യകാന്തി പകുതിയായിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യത. അങ്ങനെ പറയരുത്, അവിടെ ഉണ്ടാകും അല്ലേ? ഉണ്ടായിരിക്കണം. അങ്ങോട്ടാ, താങ്ക് യു. இந்த பக்கம் வா. அந்த பக்கம். இந்த பக்கம் 500 ഇവിടെ ഉണ്ടല്ലോ ലിവിനെ, ഇവിടെ നല്ല തമിഴന്മാരും ഉണ്ടാ. ഇവിടെ അങ്ങനെ പിന്നെ എല്ലാരും ഇങ്ങനെയൊന്നും അല്ല, ചില ആൾക്കാർ. അതായത് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ അങ്ങനെയുള്ള പണ്ട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പണിയാൻ വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? അവിടുന്ന് ഇവിടെ ആൾക്കാർ പണിയാൻ വേണ്ടി വരും, IT മേഖല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നാണ് ആൾക്കാർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇത് കണ്ടോ, ഇത് ബസ് സ്റ്റാൻഡാ. ഇതിന്റെ പക്കം പോയി കഴിഞ്ഞാൽ സൺഫ്ലവർ ഇത് ഉണ്ടാവും പറഞ്ഞിട്ടോ. സുന്ദരപാണ്ഡ്യം എന്ന് പറഞ്ഞ സ്ഥലത്താ പോലും ഇതിന്റെ ഏരിയ. പിന്നെ ഈ സൺഫ്ലവർ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, നമ്മുടെ ഇന്ത്യയിൽ. സൺഫ്ലവർ ഗാർഡൻ. ഗൈസ്, ഈ കാണുന്ന ഈ സ്ഥലമാണ് തെങ്കാശിയിൽ ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഉള്ള സ്ഥലം. പക്ഷേ പറയട്ടെ, ഇപ്പോഴത്തെ സീസണിൽ ഇവിടെ മൊത്തം നെൽപ്പാടുമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സൺഫ്ലവർ ഇല്ല. അതായത് ഞങ്ങളെ ഇഷ്ടം പോലെ ഊമ്പി തിരിഞ്ഞ് കുറെ ആൾക്കാർ ഇത് അവിടെ നിപ്പുണ്ട്. ഇതേപോലെ ചോദിച്ച് കാറിന് വന്ന് കുറെ പേര് നിപ്പുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നത് സൺഫ്ലവറിന് പകരം ഈ കാണുന്ന നെൽപ്പാടുകളാട്ടോ, വേറൊരു സാധനമില്ല. എന്തെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞാലും അങ്ങനെ ഒന്ന് മൊഴിഞ്ഞാലും പോകുന്നില്ല. കൊച്ചു കൊച്ചു നെൽക്കതിരുകൾ വേറെ വഴിയില്ല. സീസണല്ല പോലും അത് ഈ സീസണിൽ നെൽക്കതിരും മറ്റേ സീസൺ സൺഫ്ലവറുമാണ്. ഞങ്ങൾ സൺഫ്ലവർ സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ സൂര്യകാന്തിപ്പാടം ഇല്ല സുഹൃത്തുക്കളെ. റോഡിന്റെ അപ്പുറത്തെ വശവും ഇപ്പുറത്തെ വശവും നിറയെ നെൽപ്പാടങ്ങളാണ്. ഇത് മൂത്തവനെ. ഓ, ഇത് സർക്കാരിന്റെ ഇതുകൊണ്ടോ വരമ്പ് ചാടുക. ഇത് മൂത്തത് കണ്ടോ? ഇനി എനിക്ക് ഇറങ്ങിയാൽ അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നിന്റെ വീട്ടിൽ കിഴപ്പേക്കുന്നതിൽ നിന്നാണോ? അല്ലല്ലോ, ഭാഗ്യം. അല്ല, കിഴപ്പങ്ങ് മാറി കിട്ടില്ല ചാടി കയറി കഴിഞ്ഞപ്പോ. ഗൈസ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ ഈ പറമ്പിൽ കൂടെ നടക്കുക, എന്നിട്ട് ആ മരത്തിന്റെ അവിടെ നിൽക്കുക, തിരിച്ചു വരും. അതെ, ഞാൻ ഒരാളുടെ വീഡിയോ ഉണ്ട്, അതായത് റഹമത്തിലെ ബിരിയാണി, നാട്ടുകോളി ബിരിയാണി. ഇപ്പൊ ഞാൻ അതിന്റെ റിവ്യൂ എടുത്ത് അടി പൂരത്തെറിയ വൃത്തിയൊന്നുമില്ലെന്ന് പറഞ്ഞ. എന്തായാലും അപരാധം പറയാനും നമ്മൾ ഉറപ്പിച്ച് അങ്ങോട്ട് തന്നെ പോവാം. സത്യം, അങ്ങോട്ട് തന്നെ പോവാം. ഗൈസ്, നോക്കൂ, നമ്മൾ അവിടെ പോയി പിന്നെ ബിരിയാണി കഴിക്കാൻ പോകും. അതിന് ശേഷം നമ്മൾ ബിരിയാണി റഹമത്ത് ബിരിയാണി ആ ഒരു കോവിലേക്കാണ് പോകുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് സ്ഥലപ്പേര് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ദീപചേട്ടനെ കൊണ്ടുവന്നത്, അല്ലേ? പക്ഷെ ഒന്നുകൂടെ പറഞ്ഞ് പുള്ളി വണ്ടിയെ കയറുമ്പം ഉറങ്ങും, പിന്നെ തട്ടി എണീപ്പിക്കണം. കളിക്കുവോ? ഗെയിം കളിക്കുന്നതായിട്ടോ പറഞ്ഞത്. ഗൈസ്, നോക്കുമ്പോൾ ഫൈനലി നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് കാണാനുള്ളത്. തെങ്കാശി കൊള്ളാം, വളരെ നല്ല സ്ഥലമാണ്. എനിക്ക് തെങ്കാശി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തെങ്കാശിനെ കുറിച്ച് പറയാൻ 2 വാക്കുകളാണ്. 2 വാക്ക് കഴിഞ്ഞു. കഴിഞ്ഞില്ല. ഇവിടുത്തെ തെങ്ങ് നമ്മുടെ കേരളത്തിലുള്ള തമിഴ്നാട്ടിലാണ്. ചേട്ടാ, നിങ്ങളെ 3 ദിവസമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ തെങ്ങ് തെങ്ങ് തെങ്ങ്. ചേട്ടാ, അല്ല, നിങ്ങൾ കേരളത്തിലാണ്. നമ്മുടെ നാട്ടിൽ തെങ്ങ് കുറവാണ്, പക്ഷെ ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഞാനൊരു കേസ് പറയാം. ആ മടൽ നിങ്ങളുടെ തലയിൽ വീഴാൻ ശരിയാവും. അതിന്റെ ഉള്ളിലൊക്കെ പൂക്കൃഷി ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലൊക്കെ പൂക്കൃഷി, അതിന്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ പൂ. നമുക്ക് ഈ കാണുന്ന വണ്ടി എടുത്തുകൊണ്ട് പോവാം. നേരെ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിക്ക് സൺഫ്ലവർ കിട്ടുമെന്നല്ല, സൺഫ്ലവർ, അതായത് നമ്മൾ റഷ്യയിലും കസാഖസ്ഥാനിലും മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സൺഫ്ലവർ സീഡില്ലേ,
ആ സാധനമൊക്കെ ഇവിടെ ഇതിനെ കുറിച്ച് അന്താരാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞു വേൾഡ് പരമായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് റഷ്യയിലും അല്ല ഉക്രൈനിലുണ്ട്, റഷ്യയിലുണ്ട്, മറ്റേ റഷ്യയുടെ സഖ്യകക്ഷിയുടെ പേരെന്നായിരുന്നു ബെലാറസ്. ഈ 3 സ്ഥലത്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും വിലക്കുറവ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റഷ്യയിലാണ് ഇതിന് വിലക്കുറവ്. നോക്കണം, ഇവിടെ നിന്ന് ഒരു കിഡിലും കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് ഒരു കിഡിലും പള്ളി, എൻ്റെ പൊന്നെ നിൽക്കുന്ന നിപ്പ് നോക്കി. ഇവിടുത്തെ പള്ളിയെല്ലാം വ്യത്യാസമുണ്ട്. തമിഴന്മാരുടെ പള്ളിയെല്ലാം വേറെ രീതിയാണ്, എല്ലാം വ്യത്യാസം. അതേപോലെ തന്നെ ഇവർ പരമാവധി കാറ്റുള്ള സ്ഥലങ്ങളിൽ വിൻഡ് മെഷീൻ വെക്കും. ഈ വിൻഡ് മെഷീൻ എന്താണെന്ന് ചേട്ടൻ അറിയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയും. ചേട്ടാ വിദ്യാഭ്യാസം എന്നോട് ചോദിക്കേ, ചേട്ടാ ചോദിക്കേ. ആരും തെറ്റിദ്ധരിക്കരുത്, വിദ്യാഭ്യാസത്തിന്റെ കാര്യം കാര്യം പറയാം. ലിവിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ദീപചാരനാണ് പോയിട്ട് തരികേണ്ട സത്യം. അതായത് ലിവിനെ ഇറക്കി സാർ ക്ഷമിക്കും സാർ 150 പ്രാവശ്യം പറഞ്ഞല്ലേ. എന്നിട്ട് ആ സാറന്നിട്ട് ക്ഷമിച്ചുമില്ല. ഈ വിൻഡ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന സാധനം കേട്ടാ, അതാണ് സംഭവം, അതാണ് സാധനം. അപ്പോൾ പോവാം. ഫൈനലി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ വണ്ടി നിർത്തി, വണ്ടി കഴുകണം കേട്ടോ. ഈ ചെളി ഇങ്ങനെ ഇവിടെ തെറിക്കുന്നുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് ആകുന്നു നോക്കിയാൽ, ചാണകമൊക്കെ പിടിച്ചാൽ നോക്കിയാൽ ചെറിയ സ്ക്രാച്ച് ആകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അതിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വേറെ എന്നാ സംഭവിച്ചാൽ ഫ്രണ്ടിലെ മറ്റേ അതിന് വെള്ളം ഒഴിക്കാൻ ഉറപ്പിക്കണേ. നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ വളരെ ടെക്നോളജിപരമായ വണ്ടിയാണ്. ഇത് വെള്ളം പോലും ഇല്ലേ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ വെള്ളമില്ലെന്ന് കാണിക്കുന്നുണ്ടോ? അവിടെ കാണിക്കുന്നുണ്ട്. തുണ്ടിന് ഭയങ്കര ഡ്രൈനസ്. എനിക്കും വേണം കേട്ടോ. ദീപിച്ചേട്ടനും കൊടുക്കും. ദീപിച്ചേട്ടൻ ഒന്നും കൊടുത്താക്കില്ല കേട്ടോ, അറിയും കേട്ടോ. അറിയും. ഇന്നലെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഗൈസ് ഫൈനലി ഞങ്ങൾ നേരെ പോവാന്നോ. വേണ്ട അടുത്ത് തേച്ചോട്ടെ, ചുണ്ട് നല്ല ചേട്ടൻ നല്ല ചോമ്പാ. എന്നിട്ട് സൗത്ത് അറേബ്യൻ ലീലാമണി. ഗൈസ് നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാ കേട്ടോ. ഗൈസ് ഫുള്ള് വാഴത്തോട്ടം, പിന്നെ അതേപോലെ തന്നെ ഫുള്ള് എന്താ പറയുക തെങ്ങ്, ഇതേപോലെ തന്നെ നെല്ലൊക്കെ ആട്ടോ. വേറൊരു സാധനമില്ല. പിന്നെ ഇടകൃഷിയായിട്ട് മറ്റേ ഇത് ജമന്തി, ഇടകൃഷിക്കകത്ത് ജമന്തി ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അല്ലേ ഇടകൃഷി. ഈ ഫുള്ള് എന്ത് രസമാണെന്നറിയാവോ. പക്ഷെ ഇതിനകത്ത് 2 ടൈപ്പ് ഇതായി പോയിട്ടോ. ഒരെണ്ണം മൂത്തും ഒരെണ്ണം മൂക്കാത്തതും. എനിക്ക് തോന്നുന്നത് ഒന്നും പോയാലും ഒന്നും കിട്ടൂല. ഇവിടെ ഐഡിയ എടാ എല്ലാ സ്ഥലത്തും നമ്മൾ സീസൺ നോക്കി വരണോടാ. അതെ, അല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതൊന്നും ഇല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടൈമിൽ നമ്മൾ വരണം. ഇപ്പം വെള്ളച്ചാട്ടം കാണാൻ മഴക്കാലത്ത് വരണം. അതായത് നമ്മൾ ഓരോ സീസണുണ്ട്, ഇതൊക്കെ നമ്മൾ കാണണ്ടേ. ആ സീസണിൽ വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷെ ഇതൊക്കെ വന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നിട്ട് നല്ല നെൽപ്പാട് മനസ്സ് നിറഞ്ഞ് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഫുള്ള് പച്ചപ്പ്. അതെ, നെൽപ്പാട് എത്ര കിലോമീറ്റേഴ്സ് അങ്ങോട്ട് നോക്കിയേ എന്തോരം നീളത്തിൽ കിടക്കണമെന്ന് നോക്കിയേ. ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള വഴിയുള്ള. ഈ തമിഴ്നാടിന്റെ വിഷയമുണ്ട്. ചില സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ഭയങ്കര കുറവ്, ചില സ്ഥലങ്ങളിൽ വെള്ളം ഭയങ്കരമായിട്ട് ഉണ്ടെന്നാലും. അയ്യോ, ഒരു വണ്ടിയുടെ ടയർ ഊരിപ്പോയി ഗായ്സ്. ഊരിപ്പോയി, ടയർ ഊരിപ്പോയി. ഇതേപോലെ എന്റെ ടയർ ഊരിപ്പോയതാ കേട്ടോ. നമ്മുടെ പക്ഷെ അറിഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. അയാളിനെ അറിയത്തില്ല കേട്ടോ. എങ്ങനെ ആയാലും ഒരു ടയറും എല്ലാം കൂടെ ഒരു 30-20 രൂപ. അണ്ണാ அந்த வண்டிக்கு போயிட்டு சொல்லுடு அந்த ஆக்கு தெரியாது. புதுசான டயர் ഒരു 30,000 രൂപ വരും. 30,000 രൂപ. 30,000 രൂപ ഒരു ക്വാർട്ടർ വാങ്ങി അടിക്കും കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഫുള്ള് നെൽപ്പാടം. എന്ത് രസമാണോ. അയ്യോ കണ്ടിട്ട് എന്ത് രസമാണ്. ഹോട്ടൽ റഹമത്ത് ആളുണ്ടോ? ഓഹോ ആളെ തിരക്കാം. ഞാനീട്ട് വരാം. ഞങ്ങൾ ഹോട്ടൽ റഹ്മത്തിന്റെ തൊട്ടടുത്തുള്ള പാർക്കിംഗ് 30 രൂപ പാർക്കിംഗ്. 30 രൂപ പാർക്കിംഗ് ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഈ വണ്ടിയൊക്കെ ലോഡ് പിടിക്കുന്ന കമ്പനികളാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഏരിയ തോന്നുന്നു. ലോറി ബുക്കിംഗ് ഓഫീസാന്ന് തോന്നുന്നു. ഞങ്ങൾ നേരെ കഴിക്കാൻ പോവാണ്. സംഭവം അറിയാം തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുവാണ്, കിട്ടുന്ന സീറ്റില് കയറി ഇരുന്നാക്കുക. അതല്ല എന്താവുന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഭയങ്കര തിരക്കൊക്കെയാണ് അവിടെ കാണുന്നത്. ഞാൻ വീഡിയോ കണ്ടപ്പോൾ പല ആൾക്കാരെയും കണ്ടപ്പോൾ സംഭവം എല്ലാം കൊള്ളാം എന്ന് പറയുന്നു. പക്ഷെ സംഭവം കൊള്ളാം, വൃത്തിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ, ഈ കാണുന്നതാണ് സ്ഥലം. നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഇവിടെ. ഇത് തന്നെയാണോ ഹോട്ടൽ റഹ്മത്ത്? ഇത് തന്നെയാണോടാ? ഇത് തന്നെ ഇത് തന്നെ. വമ്പൻ തിരക്കാണല്ലോടാ. പിന്നെ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല കേട്ടോ. അടിപൊളി. വാ എവിടെ പുറത്തു വല്ല ഒന്നുമില്ല. സീറ്റ് പോകാൻ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ സീറ്റിന് വേണ്ടി ഇങ്ങനെ കല്യാണ സദ്യക്കൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ പുള്ളി എണീറ്റാ ചാടി കയറി. ഇനിയിപ്പോ നമ്മൾ തന്നെ അവിടെ കയറിയിരിക്കുന്നു. പരിപാടി കഴിഞ്ഞു, സീറ്റ് കിട്ടി കേട്ടോ. വായി വെക്കാൻ കൊള്ളുമില്ലെന്നൊന്നും അറിയത്തില്ല. പൊറോട്ട, നാട്ടുകോളി, ബിരിയാണി, അന്തമാതിരി എല്ലാമേ ഇങ്ങനെ കടയും. എന്ത മാതിരി സാധനമാണെന്ന് നമുക്കറിയത്തില്ല. എല്ലാത്തിനും നല്ലൊരു വാട്ടക്കുളമ്പുണ്ട് കേട്ടോ.
കുറെ പേര് നല്ല പറയുന്നുണ്ട്, കുറെ പേര് സംബന്ധം ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ലോക്കൽ സെറ്റപ്പുകൾ ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നമുക്ക് രണ്ടുപേരും കുഴപ്പമില്ലാത്ത ആൾക്കാരാ അല്ല, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. നമ്മൾ സ്റ്റാൻഡേർഡ് പഠിക്കും, ലോ ക്ലാസ് പഠിക്കും, കൂറ സെറ്റപ്പ് പഠിക്കും, എല്ലാം പഠിക്കും. ഒരെടുത്ത് ഉള്ളിലോട്ടിട്ട് അതിനാ ഒരു കസാര എടുത്ത് ഉള്ളിലോട്ടിട്ട്, അല്ല രണ്ടുപേരും നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല. പൊറോട്ടയ്ക്ക് എന്നൊക്കെ കറി ഇറക്കുക? പെപ്പർ ചിക്കൻ ഇருக்கு. അത് നാട്ടുകോഴിയോ സാധാ കോഴിയോ? പെപ്പർ നോർമൽ കോഴി ഇല്ല. പൊറോട്ട കൊടുക്കും, 2 പൊറോട്ട കൊടുക്കും. കറി 2 നാട്ടുകോഴി ബിരിയാണി, അതും വേറെയാ? ഓ, ഇതെല്ലാം ഓർഡർ എടുക്കുന്ന വേറെ ആളാ, വേറെ ഇല ഇടുന്ന ആള്. വേറെ ഓരോരുത്തർ ഓരോ ആൾക്കാരാട്ടോ. ഇത് ഇല എന്തായാലും ഇവിടുത്തെ ആള് വന്നാലേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇന്ത്യ ആള് സർവീസ്. അണ്ണൻ നമുക്ക് 2 നാട്ടുകോഴി ബിരിയാണി, ഇന്ത്യ ആൾക്ക് 2 പൊറോട്ട. ഗ്രേവി എന്നൊക്കെ ഇപ്പൊ ഗ്രേവി അല്ല, വേറെ ഏതാവതില്ല. നോർമൽ കോഴി ഇല്ല. വെജ് ഗ്രേവി ഒന്നും ഇല്ല. 2 പൊറോട്ട കൊടുക്കും. ലിബിന് മുമ്പ് ഇരിക്കുന്നു. ചർലാസ് ഇതാണ് നാട്ടുകോഴി ഗ്രേവി. നോക്കട്ടെ, നാട്ടുകോഴി ഗ്രേവി കുഴപ്പമില്ല. പിന്നെ എന്താണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വരാനുള്ള കഴിച്ചില്ലല്ലോ, അതിൻ്റെ മുമ്പ് നീ പറയാതെ. പൊറോട്ടയുടെ കൊടുത്ത് ഗ്രേവി. പൊറോട്ടയ്ക്ക് നിനക്ക് പറ്റിയൊരു സാധനമില്ലല്ലോ. ചർലാസ് നീ വേറെ കഴിക്കുന്നോ? അവിടെ കേരള ഹോട്ടലുണ്ട്. പറയുന്ന വൃത്തിക്കുറവൊന്നുമില്ല. കുറേ പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞ് വൃത്തിക്കുറവുണ്ട്, അതുണ്ട്. നല്ല ഇല തന്നല്ലോ എനിക്കുണ്ട്. നല്ല സ്ഥലമാട്ടോ. ആൾക്കാർ പറയുന്ന വൃത്തിക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ ഭയങ്കര റെസ്പെക്ട് ആയിട്ട് വരുവാണ്. എന്ത് വൃത്തിക്കുറവുള്ള ഇവിടെ? ഒരു വൃത്തിക്കുറവ്. ഡൽഹിയിലൊക്കെ എലി പോകുന്ന സ്ഥലത്ത് നമ്മൾ കഴിക്കും. എലി പോകുന്നത് എത്ര പേര് അങ്ങനെ സ്ഥലത്ത് കഴിക്കുന്നത്? നമ്മൾ പന്നി കൂട്ടിയ സ്ഥലത്തിന് സൈഡിൽ നിന്ന് ഞാൻ ലിബിനും കഴിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായി, അത്ര വൃത്തിക്കുറവ്. അതൊന്നും വെച്ച് നോക്കാൻ അത്ര വൃത്തിക്കുറവൊന്നുമില്ല കേട്ടോ. അത് എനിക്ക് വലിയ ആൾക്കാർക്ക് അതേ ഹോട്ടലാട്ടോ. പഴയതായിട്ട് നമ്മൾ കാണണം, പുതിയതായിട്ട് നമ്മൾ കാണണം. നാട്ടുകോഴി ബിരിയാണി. അണ്ണയുടെ പേരെന്നാ? ബാദുഷ നാട്ടുകോഴി ബിരിയാണി തന്നു. ഇതെങ്ങനെ ഇരിക്കും കേട്ടോ സാധനം. അണ്ണ പൊറോട്ട കൊടുക്കണേ. ഓ, ഇതാണ് നാട്ടുകോഴി ബിരിയാണി. നമ്മൾ ഇതിലേക്ക് കുത്തണം കേട്ടോ. പൈസ നീ പറയുന്നത്ര വലിയ തട്ടിപ്പില്ല കേട്ടോ. 2 പൊറോട്ട കൊടുക്കാം. 2 പൊറോട്ട. അണ്ണ എൻ്റെ ആൾക്ക് റേറ്റാ. ഇതിൻ്റെ കൂട്ടത്തില് ഇതേപോലത്തെ ഒരു കോഴി കിട്ടും. ഇതാണ് നാട്ടുകോഴി. പക്ഷേ വേറെ കാര്യമുണ്ട്, അവന് നല്ല ചൂടുണ്ട് എല്ലാത്തിനും. അതെ, അണ്ണനും അതേപോലെ തന്നെ കഴിക്കുന്നത്. അതുണ്ടോ അതേപോലെ സാധനം. അണ്ണാ കൊഞ്ചം ഇങ്ങനെ കൊള്ളാലോ. പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. കോയിൻ പൊറോട്ടയുടെ ടേസ്റ്റ് നല്ല രസമുണ്ട്. കോയിൻ പൊറോട്ട പോലെ ഇരിക്കും. അതായത് നല്ല ഈ പറയുന്ന ഒരു ഇവിടുത്തെ ഒരു രീതിയാണ്. നാട്ടുകോഴി നല്ലതാണ്. പെപ്പറില്ല, അവനെ പെപ്പർ ടേസ്റ്റ്. തമിഴ്നാട്ടിലെ ബിരിയാണി എങ്ങനെയാണെന്ന് അറിയാം? ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിൻ്റെ അകത്ത് റൈസ് മൊത്തം വെന്തിരിക്കും. ഈ ഗ്രേവി ഈ ഗ്രേവിൻ്റെ അകത്താണ് റൈസ് എടുക്കുന്നത്. ഈ ഗ്രേവി ഇതിനകത്ത് ഒഴിച്ച് കഴിക്കണം. ഇനി കഴിച്ചിട്ട് വേണം ഏറ്റുമുട്ടട്ടെ ബിരിയാണി ആയിട്ട്. അദ്ദേഹത്തിൻ്റെ ആ റഹ്മത്തിലെ മുതലാളിയുടെ ഈര എന്ന് പറയുന്നത് മലയാളികളാണ്, മെയിനായിട്ട് മലയാളികളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണേ, സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നത്, അതായത് പൊറോട്ട നല്ലതാണെന്ന് ലിബിൻ പറഞ്ഞു. പൊറോട്ട നല്ലതായിരുന്നു, പക്ഷേ റൈസ് കൊള്ളത്തില്ലായിരുന്നു. റൈസിനൊരു പിന്നെ എന്താ പറയുക, ഒരു ഫ്ലേവറോ അങ്ങോട്ടൊരു സെറ്റപ്പ് ഒന്നുമില്ല. റൈസ് ഒരു 40% അത്ര പറ്റുള്ളൂ കേട്ടോ. സാധാരണ കുഷ്ക റൈസ് ചിക്കൻ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടതിൽ ഇവിടെ എൻഡി റൈസ് ആയിട്ട് കിട്ടും. ദേ ഈ കാണുന്നതാണ്. വൃത്തിക്കൊന്നും ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല. വൃത്തിയുടെ തൊട്ടടിയിൽ കൂടെ എന്തായാലും മറ്റേ എലിയൊന്നും ഓടത്തൊന്നുമില്ല. ഇതാണ് ഹോട്ടല്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. അവന് ഒരു ദിവസം കുറഞ്ഞൊരു 5 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. ശനി ഞായറാഴ്ച അങ്ങോട്ട് അടുക്കും വേണ്ട. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാ. നമ്മളൊരു അടുത്തൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്, തിരുമല കോവിൽ. യെസ്, ആ കോവിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. KL നമ്പർ പ്ലേറ്റേ ഉള്ളൂ. വെള്ളം ഉണ്ടാവില്ല കേട്ടോ ചേട്ടാ. വെള്ളം ഉണ്ടാവും, ഞാൻ പറയുന്നത് വെള്ളം ഉണ്ടാവും. ഒന്നുമില്ല, അവിടെ വെള്ളം അടിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അവിടെ ഫുള്ള് എല്ലാ വശത്തെയും കൃഷികൾ ഇതുപോലെ കൊയ്തടാൽ. ഇവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഇതേ ഡാം നോക്കിയേ. ഇതാ
എടോ ഈ റൂട്ടൊക്കെ അടിപൊളിയായിട്ട് നോക്കിയേ. ഇതാ മറ്റേ പാടമുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞവനെ എല്ലാം കൊയ്ത്ത് സമയപ്പോയി. ഇവിടെ ഇത് കൊയ്ത്ത് സമയപ്പോയെന്നേ. ഇവരുടെ കൃഷിക്കാരൻ ശരിക്കും രക്ഷപ്പെടും നമ്മളല്ലേ. അതിനാ അതെ നമുക്കാണല്ലോ കൃഷി. അതെ 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 ഗൈസ് നോക്കൂ. അതായത് ഈ പോകുന്ന വഴി ഫുള്ള് ഒന്നുപോലും ഇല്ലാതെ അപ്പുറം ഇപ്പുറം ഫുള്ള് കൊയ്ത് മെയ്തെടുക്കുവായിട്ട് നമ്മൾ അങ്ങേ അറ്റത്തോട്ടുള്ള ആ ഒരു ഡാമിലേക്കാണ്. ഈ ഡാം നിങ്ങൾ ശ്രദ്ധിച്ചവനെ, അതായത് 2 മലകളെ ഒന്നിപ്പിച്ചാക്കുന്നതാണ് ഈ ഡാം. ഗൈസ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ ഒത്ത സൈഡിൽ കാണുന്ന ഈ ഒരു ഡാമാണ് നമ്മൾ ഈ കാണാൻ വന്ന ഡാം. പക്ഷെ ഞാൻ വെള്ളം ചാടുന്ന കണ്ടു കേട്ടോ. എവിടുന്നാ? താഴെ കൂടെ തുറന്നു വിട്ടുണ്ട്, ഏറ്റവും താഴെ. എന്റെ ദൈവമേ, ഇത് എന്തോരം ഹൈറ്റിലായിരിക്കും അപ്പം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആലോചിച്ച് കയറാൻ പറ്റുമോ? ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഷീല് പൊട്ടി. എങ്ങനെ പൊട്ടി? എൻഡോറിന്റെ. അതെങ്ങനെ പൊട്ടിയാ? ടിക്ലിന്ന് ഒച്ച കേട്ടു. നീ എന്നെ കാണിച്ചേ? ഞാൻ പിടിച്ചതാ. നീ എന്തിനാ അത്തക്കറി പിടിച്ചേ? മയത്തിലൊക്കെ പിടിച്ചോട്. ചേടാ അതൊരു കടന്ന കൈയായി പോലോടാ. ഒരു പ്രൈവറ്റൊക്കെ മേടിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റൂലടാ. ഇനി ഇത് മേടിക്കണം. അയ്യോ, ഈ ഒരു പീസായിട്ട് ഇനി മേടിക്കണം. ഈ ഒരു പീസായിട്ട് കിട്ടൂല. ഓടിക്കാം. ഇല്ല ഇതിനുണ്ട് 1000-1500 എങ്ങനെ വന്ന് എനിക്ക് തോന്നുന്നത്. അയ്യേ, അതിനകത്ത് ഞാൻ ഇത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോവേ. മറ്റേ സൂപ്പർ ക്ലൂ എങ്ങാനും വീണ് കഴിഞ്ഞാൽ എടുത്ത് വെച്ചു. വേണ്ട അങ്ങനെ വേണ്ട. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഡാമിൻ്റെ ഒത്ത സ്ഥലത്തെത്തിരിക്കണം. അതിൻ്റെ മേളിൽ കയറാൻ പറ്റുമായിരുന്നാൽ സൂപ്പറായനെ. പക്ഷെ നമുക്ക് മേളിൽ കയറാൻ പറ്റിയില്ല. ഫുള്ള് മലയല്ലേ ഇത് വെച്ചേട്ടാ? ഫുള്ള് മല അല്ലേ? ഒരു പ്രത്യേക ലോകത്തിന്റെ എല്ലായിടത്തും മലയുടെ സൈഡിലായിരിക്കും ഡാം. ഇല്ല, ഡാം കെട്ടാൻ പറ്റില്ല. 2 മലയുടെ ഇടയിലായിരിക്കും. 2 മലയുടെ ഇടയിലായിരിക്കും. 2 മല തമ്മിൽ ചേരൂലെന്ന് പറഞ്ഞാൽ വെറും കള്ളത്തരമാണ്. 2 മല ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഡാം ഉണ്ടാവുള്ളൂ അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കണം. ഗൈസ് നോക്കൂ, രാത്രി സയൻസ് പടം മാത്രമേ കാണുള്ളൂ. ആ പുള്ളിയാ ബയോളജി ക്ലാസ്സിൽ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ. ആ പുള്ളിയാ. കറക്റ്റ് ആ സിലബസ് ഒന്നും ടീച്ചർ അത് പിന്നെ എടുക്കാന്ന് പറഞ്ഞില്ലേ? അത് അവസാനം എടുക്കാനും പറ്റിച്ച്. ഗൈസ് നോക്കൂ, നമ്മൾ വന്ന് അങ്ങനെ ഡാം കാണാനാണ്. ഡാം കാണുന്ന വഴിയിൽ നമുക്ക് അതിന്റെ കൂടുതൽ കയറാം. നിങ്ങളൊരു കയറെടുക്ക്, കയ്യിലോട്ട് എറിയാം നമുക്ക്. അതായത് സീസണിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തോട് ഇങ്ങനെ വെള്ളം വന്ന് വീഴലും ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കലും അതിലൊക്കെ ഒലിച്ചു പോക്കൊക്കെയാണ് പരിപാടി. പക്ഷെ ഇതിപ്പം മഴയല്ലാത്ത സമയം ആയതുകൊണ്ട് വെള്ളം വരാതെ ഇങ്ങനെ കെട്ടാതെ ഒലിച്ചു പോകാത്ത പരിപാടി അല്ലേ? ഇത് കാണിച്ചേ. ഇത് കളയണ്ട, വണ്ടിയിൽ എടുത്ത് വെച്ചാൽ ഒട്ടിക്കലും നടക്കൂലേ? ഒട്ടിക്കലും പരിപാടി നടക്കുമെന്ന് വിചാരിക്കുക വേണ്ട കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും വെള്ളവും കാര്യങ്ങളൊന്നും. ലിബിന് ഒളിമ്പിക്സിൽ മെഡലൊക്കെ കിട്ടിയല്ലോ കേട്ടോ. ലിബിൻ കയ്യിലാ സാധനം. ഞാൻ പെടും. ഞാൻ ഒട്ടിക്കത്. അയ്യേ ഒട്ടിക്കല്ലേ? ഒട്ടിച്ച വണ്ടി കുളമായി പോട്ടോ. നമുക്ക് വേറെ മാറ്റി ഒട്ടിക്കാൻ പറ്റും. മേടിക്കാൻ കിട്ടും എല്ലായിടത്തും. ചെറിയ പൈസയുള്ളൂ ഗൈസ്. ഇതിൻ്റെ മേലിലേക്ക് കയറ്റി വിടുമായിരുന്നു പോലും. ഞാനിപ്പോൾ ഒരു പയ്യനെ കണ്ടപ്പോൾ അവനാ പറഞ്ഞത്, അതായത് അങ്ങ് പുലി ഇറങ്ങി. അവിടെ പുലിയല്ല, കരടി ഇറങ്ങിയത് കൊണ്ട് ഇപ്പൊ അവിടെ കയറ്റി വിടാൻ. അല്ലല്ലേ, ഒന്ന് കടിച്ചു ഒന്ന് മാന്തിക്കൊല്ലു, അത്രല്ലേ വ്യത്യാസമുള്ളൂ. കരടി ഇറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. ഫൈനലി ഞങ്ങളെ ആർച്ച് ഡാമിലേക്ക്, ആർച്ച് എന്നല്ലേ ചോദിച്ചോട്ടെ അതിന്റെ പേര്? ആർച്ച് ഡാം കഴിഞ്ഞ് നമ്മൾ അടുത്ത കോവിലേക്ക് പോവാട്ടോ. ഇവിടെ ഇഷ്ടം ഗൈസ്. അതായത് നമുക്ക് പിന്നെ ഈ തെങ്കാശിയിൽ വന്നു കഴിഞ്ഞാല് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് അടുത്തടുത്ത് പോയി കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി അമ്പലത്തിന്റെ അടുത്തെത്തി. അവിടെ കയറണമെങ്കിൽ ഒരു 50 രൂപ കാറിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ വണ്ടി ഓടിച്ച് പോവാം. എല്ലായിടത്തും 50 രൂപ 30 രൂപ അങ്ങനത്തെ കേസുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയെ കയറാം. പൈസ എടുക്കാം. ഞാൻ പറഞ്ഞത് ബൈക്ക് അതവിടെ റെക്കോർഡാവുന്നുണ്ട്. പിന്നെ അവർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പുള്ളിക്കാരന്റെ കേക്ക് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കും. നമുക്ക് നേരെ പോവാം. അതായത് ഇങ്ങ എല്ലാ ഏരിയാവിലും இந்த மாதிரி சின்ன சின்ன கொனஸ்ட் வித்தைகள் இருக்கு. ഹൈവേ ആണോ? അയ്യോ തീർച്ചയായിട്ടും ഹൈവേയാ. നല്ല റോഡ്. അന്താ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഓഫ് റോഡ് ഒക്കെ ചെയ്യണമായിരിക്കും. ഇത് ഏത് വഴിയാ പോണ്ടേ? എത്ര റോഡാ മേള് വരെ? ഇത് മൊത്തം പിന്നെ ഇതും കാണാൻ തെങ്കാശി. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. ആരോട് പറയരുത്. പിന്നെ ലിബിന് അവിടെ ഒരു പുള്ളി ചെറിയ രീതിയിലുള്ളൊരു അഴിമതി നടത്താൻ നോക്കിയപ്പം അവനെ മാനസികമായിട്ടും അവനെ ശാരീരികമായിട്ടും അവനെ അസ്വസ്ഥപ്പെടുത്തി. ഇനി അവൻ്റെ ശാപവും നമ്മൾ കൊണ്ടുവെക്കണം അല്ലേ? കൈസ് നോക്കും, ചെറിയൊരു മനസ്സോ. അതായത് ഇവിടുന്ന് താഴോട്ട് നോക്കാൻ നേരത്ത് നല്ല കിടിലം വ്യൂ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഏറ്റവും കൂടുതലുള്ള തെങ്ങ. അയ്യോ,
ഇതാണ് ടെമ്പിളിൻ്റെ ഒരു സൈഡ് മാത്രം ഇതാണ്. അപ്പുറത്തെ സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു അന്യായ വ്യൂ എന്ന് വെച്ചാൽ ഒരു അന്യായ വ്യൂ. എന്നാൽ ഗൈസ് വേറൊരു സംഭവം ഞാൻ നിങ്ങൾ പറയട്ടെ. നമ്മൾ നേരത്തെ പോയി ആർച്ച് ഡാമില്ലേ, ശരിക്കും നമ്മൾ അവിടെ വരെ പോകണമെന്നില്ല. ഇവിടുന്ന് നോക്കിയാലും കാണാം. കണ്ടോ, ഇവിടുന്ന് നോക്കിയാലും കാണാം. ഓ, ഇതിലേ അല്ലേ ദിവസം നമ്മൾ ഓടിച്ചോണ്ട് വന്നേ അല്ലേ? ഇറങ്ങിപ്പോകുന്ന വേഴ വഴി. ഗൈസ് ഇത് കണ്ടോ, നമ്മൾ പോയി കണ്ട ആ ഡാം ഇവിടെ. പക്ഷെ ഒരു വിസിബിലിറ്റി കുറവുണ്ട് കേട്ടോ മൊത്തത്തില്. ഒരു ഫോഗി കാലാവസ്ഥയല്ലേ ദിവചേട്ടാ? മഞ്ഞിന്റെ കാഴ്ച ദിവചേട്ടന് പിന്നെ യാത്ര ചെയ്യുമ്പോൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. എന്നാന്നറിയാവോ? ഇത്ര ഒന്ന് സംസാരിച്ചല്ലോ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കാം. അങ്ങനെ ഇന്ന് വൈകുന്നേരം കൊണ്ട് ഈ തമിഴ്നാട് പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ കേരളത്തിലേക്ക് സഞ്ചരിക്കുന്ന. കേന്ദ്രത്തിലേക്കല്ല, കേരളത്തിലേക്ക്. ഞങ്ങളുടെ കേന്ദ്രം. അതായത് നമ്മളെ ചിലപ്പോൾ ഒരു ട്രെയിൻ യാത്ര നടത്താനുള്ള സാധ്യതയുണ്ട്. 3-ാം തീയതി എങ്ങനെയാണെന്ന് അറിയട്ടെ. ഇനി നമുക്ക് 3-ാം തീയതി ഒരു കേസുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ വെച്ചാൽ നമുക്ക് അറിയത്തില്ല. യെസ്, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഇയാളൊക്കെ ഞങ്ങളെ പോലെ ആയിരുന്നു കേട്ടോ. കേസും മൂക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പുള്ളിയുടെ എല്ലാം തീർന്നു. പക്ഷെ ഞാൻ നാട്ടിൽ ഏറ്റവും ഡീസന്റ് വാളിയായിരുന്നു. നല്ല നല്ല പേര്. എവിടെ പോയാലും വാളിത്തരമായിരുന്നു. പേര് മാത്രമുള്ള ഒരേ ഒരു ചെറുക്കനായിരുന്നു എൻ്റെ നാട്ടിൽ. അല്ലേ ഗൈസ്? നമുക്ക് ഫൈനലി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. അതായത് വേളാങ്കണ്ണിയിലൊക്കെ ഉള്ള പോലെ തൊട്ടില് കെട്ടുണ്ട് കേട്ടോ ഇവിടെ. തൊട്ടില് പിന്നെ എനിക്ക് വന്നേ ഈ കാണുന്നില്ലേ, അതിനെ നിങ്ങൾക്ക് മനസ്സിലായോ? തൊടല് ഇത് താലി. ഇത് കുട്ടി ഉണ്ടാക്കാതെ മണി എന്തിനാണോ? പെരയുടെ ഒക്കെ ഉണ്ട്, പെര വെക്കാൻ വേണ്ടി. അങ്ങനെ കുറേ സംഭവം ഉണ്ടോ. ഈ സെയിം സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വേളാങ്കണ്ണിയിൽ. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങോട്ടോ പോണ്ടേ. അമ്പലക്കുളം മൊത്തം പ്ലാസ്റ്റിക്. നോക്കിയേ, എടാ ഇത് മഴവെള്ളമായിരിക്കും. കാരണം ഇതിന്റെ മണ്ടയിൽ ഉറവുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് ഫുള്ള് പാറക്കെട്ടല്ലേ. എന്തായാലും അമ്പലത്തിന്റെ സംബന്ധമായ ഇതായിരിക്കും കേട്ടോ. നോക്കിയേ, ഫുൾ ആൾക്കാർ അതൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. നോക്കിയേ, നല്ല ടിപ്പിക്കൽ ട്രഡീഷണൽ ഹൗസല്ലല്ലോ ഇതെനിക്ക് വന്ന് ഇവരുടെ ഓഫീസ് പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കും കേട്ടോ. അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. വൈകിട്ട് വന്നിരിക്കണം. രസം നോക്കി കൈസ്, ഫോഗി കാലാവസ്ഥ ആയതുകൊണ്ടാണേ. അല്ലെങ്കിൽ നല്ല തെങ്കാശി മൊത്തം കാണാം. അതുപോലെ കിഡിലും വ്യൂ കാണാൻ. നോക്കിയേ, കണ്ടൊക്കെ എന്നെ സെറ്റപ്പ് ആയിട്ടാ നിക്കണേ. നോക്കി, പൊക്കമില്ലാത്തവർ വന്നാൽ ഒരു കാര്യമില്ല. ഇവിടെ തെങ്കാശിയൊക്കെ മൊത്തം നിന്ന് കാണാം കേട്ടോ. തെങ്കാശിയുടെ ഒരു ഭാഗം നമ്മൾ ഫ്ലൈറ്റ് നോക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നില്ലേ? അല്ലേ? അത്രയും വരുന്നില്ല. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഉള്ളൊരു ഇത് അല്ലേ? ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. നോക്കിയേ, ഇതിനിടയ്ക്ക് പുട്ടിനടുത്ത് തീരാ അതിന്റെ കൂടുതൽ കേറി പോയാലോ? മനസ്സിലായില്ലേ? അതിന്റെ കൂടുതൽ കേറി പോയാൽ സമ്മതിച്ചില്ലേ? ഇതിങ്ങനെ കറങ്ങി കറങ്ങി വന്നിറങ്ങിപ്പോ. നോക്കി, എന്നാ രസമാടാ. മുരുകന്റെ അമ്പലം കേട്ടോ ഇത്. ഇവിടുത്തെ ആൾക്കാർ സമയമാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കൊത്തുപണികൾ എടുക്കുന്നത് അല്ലേ? ഇത്ര വർഷം ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാർ ഇത്രയും അമ്പലങ്ങൾ എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയ അത്ഭുതമാണ് അല്ലേ കൊത്തുപണി. അത് നമ്മൾ മറ്റേ ഇവിടെ കമ്പോഡിയ അങ്കർവാട്ടി പോയപ്പോ എന്നായിരുന്നു പണ്ട് കാലത്ത് 100-150 കൊല്ലം മുന്നേ ചെയ്തായിരുന്നു. നമുക്ക് കടലാസിൽ പോലും ഇത്ര ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് ഇത്ര ഭംഗിയായിട്ട് ഒരു കൊത്തി ഉണ്ടാക്കിയില്ലേ? വലിയ ഒരു അമ്പലത്തിന്റെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്നു വന്നാൽ മതി, കുറേ നമുക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റും. അതായത് ഇവിടെ വേറൊരു അമ്പലമുണ്ട്, അവിടെ നമുക്ക് നടന്നു കയറാം. 140 സ്റ്റെപ്പും കാണും. 50 രൂപ മുടക്കിയാൽ കാറിന് വരാം. അതെ, 50 രൂപ മുടക്കി കഴിഞ്ഞാൽ കാറിന് വരാം. വാച്ച് പൊട്ടിയാനായിട്ട് ഇപ്പോൾ അളക്കിട്ടിടിച്ചു ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കാണുന്നൊരു ഫീല്. ഉയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാവേ. അവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി ഈ സംഭവം ബസ് സ്റ്റാൻഡ് പൊക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഈ സംഭവം. നോക്കിയേ, അല്ലാത്ത പക്ഷം ഭയങ്കര പാടായിരിക്കും കാണാൻ. ഇപ്പോൾ ചോദിച്ചോട്ടെ, നമുക്ക് നേരെ നമുക്ക് ഇനി മിന്റ് അല്ലടാ, വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ്. ചില ആളുകൾ നമ്മളെ പോലെ, ഞാൻ നിങ്ങൾ ഇതിൽ വിവരമുള്ളവരോടല്ല സംസാരിക്കുന്നത്. അതായത് നമ്മളെ പോലെയുള്ള അവരോട് ഞങ്ങൾ അവരോട് ഞങ്ങൾ പറയാം. അതെ, വളരെ ബുദ്ധി. ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, അത് ബുദ്ധിയാണോ വിദ്യാഭ്യാസമാണോ? ഞങ്ങളൊക്കെ എന്താ പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ആ ടീച്ചർ പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതാണ് നമുക്ക് പറ്റിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ല, അവരോടൊക്കെ നല്ല കാര്യമാണ്. അതെ, ഇപ്പൊ നമ്മളിപ്പോഴും പഠിച്ച് മൂലയ്ക്ക് നമ്മൾ കുത്തിയിരിക്കണം. നമ്മളിപ്പോ കറങ്ങി അടിച്ച് ഒരു പണിയില്ലാണ്ട് കറങ്ങി തിരിഞ്ഞ് നടക്കാം. ഗൈസ്, അപ്പം 3 പേരും ഞങ്ങള് നേരെ കേരള ബോർഡറിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലേ? നല്ലേ. അതെ, ഞാൻ വേറെ കാര്യം പറയാം. റൂം കിട്ടിയാൽ അതിന്റെ മൊത്തം ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. റൂം വീട്ടിൽ നമ്മള് കാട്ടി കിടക്കുന്നു. പിന്നെ
കാലിലൂടെ കിടക്കാത്ത കുഴപ്പമുള്ളൂ. പിന്നെ ഗൈസ് നേരെ നമ്മൾ പോവാട്ടോ. എല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിറങ്ങി നാട്ടിലേക്ക് പോകണോ അല്ലെ ഇവിടെ തന്നെ റൂം എടുത്ത് താമസിക്കണോ അല്ലെ ദീപിച്ചേട്ടൻ പറഞ്ഞ് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ദീപിച്ചേട്ടന്റെ ഗ്യാരണ്ടി നമുക്ക് പോവാം. റൂം കിട്ടിയാൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എല്ലാം ഓക്കെ ആണല്ലോ. നമ്മൾ അച്ഛൻകോവില് വഴിയാണ് നമ്മൾ പോവാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അച്ഛൻകോവിൽ വഴി നമ്മൾ പോകുന്ന വഴിയേ നമ്മൾ അച്ഛൻകോവിലേക്കാ പോകുന്നേ. അടിപൊളി കേട്ടോ പോകുന്ന വഴി. നാരോ റോഡാണേ. വെള്ളച്ചാട്ടമുണ്ട് 24 കിലോമീറ്റർ. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അച്ഛൻകോവിലിന്റെ അതിന്റെ അപ്പുറത്ത് അല്ല, ഇത് നമ്മൾ പോകണ്ടതാ. നമ്മൾ പോയി കണ്ടതാ. ഇത് കണ്ടതാ. ഇത് നമ്മൾ പോയി കണ്ടതാ. പോകുന്ന വഴിക്ക് വേറെ ഉണ്ട്. ശരിയാ, സംഭവം ഭയങ്കരം ഒരു ഒതന്റിക് ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാട്ടോ. വിട്ട് 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 ഞങ്ങൾ ഇവിടെ എത്തി. അതായത് പത്തനാപുരം പുനലൂർ റൂട്ടിലെത്തി. അവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് അവിടുന്ന് ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞു വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ വീഡിയോ എടുത്തു. ഇതായിരുന്നു ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. എന്തൊരു ഭാഗ്യമല്ലേ നമ്മുടെ. കേരള ഫോറസ്റ്റിൽ നിന്ന് നമ്മള് തെങ്കാശി ബോർഡർ കേരളത്തിന്റെ കയറിയപ്പം പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ഫോറസ്റ്റ് കേസ് ആകട്ടെ അവിടെ വീഡിയോ എടുക്കരുത്. വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലല്ലോ, റിസർവ് ഞങ്ങളുടെ പ്രത്യേകം പറഞ്ഞു എടുക്കരുതെന്ന്. ഞങ്ങളുടെ ഭാഗ്യം എന്തോ ഭാഗ്യത്തെ ഒഴിവായി കിട്ടി. അപ്പൊ ഞങ്ങൾ നേരെ പുനലൂർ പത്തനംതിട്ട ആ റൂട്ടിലേക്ക് പോവാ. അല്ല, പത്തനാപുരം പുനലൂർ ആ റൂട്ടിലേക്ക് പോവാട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മള് പുനലൂര് ആ ഭാഗം എത്തി, അതായത് പത്തനാപുരം. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ ഓടിച്ച് വീട് പിടിക്കാൻ പോയി. ഇനിയിപ്പോ ഇവിടെ സ്റ്റേ ചെയ്ത് താമസിച്ച് നാളെ രാവിലെ പോകുന്ന ഭേദം ഇന്ന് രാത്രിയിൽ അങ്ങ് ഓടിച്ച് മൂവാറ്റുപുഴ പെരുമ്പാവൂർ വഴി നമ്മൾ 3 പേര് വീണ് കഴിഞ്ഞ മൂന്നാമത്തെ സ്വന്തം പറയാ. 3 ഇരുന്ന് ഓടിച്ച് ഞങ്ങൾ വീട് പിടിക്കാൻ പോവാണ്. നാളെ രാവിലെ ഒരു 6, 7, 8, 9, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ചെയ്യാം. അതല്ലേ നല്ലേ? അതാണ് നല്ലത്. അപ്പൊ ഗൈസ് ഇനി വഴിയിൽ എവിടെയെങ്കിലും നിർത്തുവാനൊക്കെ കാണാട്ടോ.